ലോഗോസ് ക്യൂസ് 2025 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 11 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത ബൈബിളും വായിക്കാം, ലോഗോസും പഠിക്കാം. ഒന്നാമത്തെ വാക്യം, ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ആയിരുന്നു അവൻ്റെ പിതാവ്. ചോദ്യോത്തരങ്ങൾ: ഗിലെയാദുകാരനായ ജഫ്ത എങ്ങനെയുള്ള ആളായിരുന്നു? ഉത്തരം: ശക്തനായ സേനാനിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 11 അധ്യായം അനുസരിച്ച് വേശ്യാപുത്രനായിരുന്നതാരാണ്? ഉത്തരം: ജഫ്ത. രണ്ടാമത്തെ വാക്യം, ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്കു ലഭിക്കുവാൻ പാടില്ല, നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. ചോദ്യോത്തരങ്ങൾ: ജഫ്ത ആരുടെ പുത്രനായിരുന്നു? ഉത്തരം: ഗിലെയാദിൻ്റെ. ജഫ്തായെ പുറന്തള്ളിയതാരാണ്? ഉത്തരം: ഗിലെയാദിൻ്റെ സ്വഭാര്യയിലെ പുത്രന്മാർ. മൂന്നാമത്തെ വാക്യം, അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. ചോദ്യോത്തരങ്ങൾ: ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത്? ഉത്തരം: തോബ്. കൊള്ള ചെയ്ത് നടന്നതാര്? ഉത്തരം: ഒരു നീച സംഘം. നാലാമത്തെ വാക്യം, അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനു വന്നത്. ചോദ്യോത്തരം: ജഫ്ത കൊള്ള ചെയ്ത് നടന്ന കാലത്ത് ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് വന്നതാര്? ഉത്തരം: അമ്മോന്യർ. അഞ്ചാമത്തെ വാക്യം, അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ചോദ്യോത്തരം: ജഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാരാണ്? ഉത്തരം: ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ആറാമത്തെ വാക്യം, അവർ ജഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ചോദ്യോത്തരം: അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട്. ഏഴാമത്തെ വാക്യം, ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ചോദ്യോത്തരം: അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ആരുടെ വാക്കുകളാണിവ? ഉത്തരം: ജഫ്തായുടെ. എട്ടാമത്തെ വാക്യം, ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ചോദ്യോത്തരം: ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എന്തിനു വേണ്ടിയാണ് ജഫ്തായെ ക്ഷണിക്കുന്നത്? ഉത്തരം: അമ്മോന്യരോട് യുദ്ധം ചെയ്യുന്നതിനും ഗിലെയാദ് നിവാസികളുടെ നേതാവായിരിക്കാനും. ഒൻപതാമത്തെ വാക്യം, ജഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ചോദ്യോത്തരം: അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും
കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ ഞാൻ എന്തായി തീരും എന്നാണ് ജഫ്ത പറയുന്നത്. ഉത്തരം: നേതാവായി തീരും. 10-ാമത്തെ വാക്യം: ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. ചോദ്യോത്തരം: നമുക്ക് ആര് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത്? ഉത്തരം: കർത്താവ്.